സർ, ഏഷ്യ കപ്പിൽ ഇന്ത്യ നേടിയ വിജയം അത് അവിസ്മരണീയമാണ്. പക്ഷേ സ്വന്തം രാജ്യത്ത് ഇന്ത്യക്കകത്ത് അതിന് വലിയ പ്രാധാന്യം കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ കോൺഗ്രസ് പറയുന്നത് അന്ന് ആ ക്രിക്കറ്റ് കളി കാണാൻ പോയവരും ക്രിക്കറ്റ് കളി കണ്ടവരും എല്ലാവരും രാജ്യദ്രോഹികളാണ് എന്നാണ്. എങ്ങനെയാണ് സുരേഷ് സർ കോൺഗ്രസിന് ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നത്? രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ രാജ്യദ്രോഹിയാകാമെന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലേ കാണിച്ചു തരുന്നത്? നമുക്ക് നീത്തു ഇതിനുള്ളൊരു ഫ്ലാഷ് ബാക്ക് എടുക്കേണ്ടത് 9/11 നടന്നപ്പോൾ US എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, അത് കഴിഞ്ഞ് 26/11 നടന്നപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് നമ്മൾ കണ്ടിരുന്നു. ഒരു 10 കൊല്ലോ എനിക്കൊരു 8 കൊല്ലം കണ്ട് നമ്മൾ മാച്ച് കളിച്ചില്ല പാകിസ്ഥാനായിട്ട്, പിന്നെയും കളിച്ചുള്ളൂ അത് കഴിഞ്ഞ മാച്ച്. അതേമാതിരി യസീൻ മലിക്കിനെ വിട്ട് മൻമോഹൻ സിംഗ്, ഹഫീസ് സയ്യദും ഇവരായിട്ട് ചർച്ചകൾ നടത്തിയില്ല. അപ്പം അതൊക്കെ എന്തായിരുന്നു? ശരിയാണ്, പാകിസ്ഥാൻ ഇന്ത്യ ഒരു മാച്ച് കളിക്കുമ്പോൾ അതൊരു കബഡി മാച്ച് ആയാലും ഒരു എന്താ പറയുക ഒരു ഹോക്കി ആയാലും നമുക്കതിലൊരു എന്താ പറയുക ഒരു പ്രസ്റ്റീജ് ഉണ്ട്. പാകിസ്ഥാനെ തോൽപ്പിച്ചേ പറ്റൂ എന്നുള്ളൊരു വാശിയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഈ ദുബായിൽ നടന്ന ഈ കളി കണ്ടവരും, അതായത് സ്റ്റേഡിയത്തിൽ കണ്ട ആൾക്കാരും ടി വിയിൽ കണ്ട ആൾക്കാരൊക്കെ ദേശദ്രോഹികളാണെന്നാണ് സുപ്രിയ ഷിരാണ്ടെ പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എനിക്ക് ഈ കോൺഗ്രസിന് എന്താ ഇലക്ഷൻ ജയിക്കാത്തതെന്നുള്ളൊരു ലോജിക്ക് എപ്പോഴും ചോദിക്കും. ഇതാണ് എൻ്റെ പ്രോബ്ലം. കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ തന്നെ അവരുടെ ഓൺ സപ്പോർട്ടേഴ്സിനെ അവർ ഇന്ന് മാറ്റി നിർത്തി നിങ്ങളെല്ലാം ദേശദ്രോഹികളാണെന്ന് പറയും. അതേസമയത്ത് സിദ്ധരാമയ്യ മാച്ച് കഴിയലും അതേമാതിരി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുക്കു ഈ മാച്ച് ഭാരത് ദേശം ജയിച്ചപ്പോൾ അതിനുള്ളൊരു ട്വീറ്റ് അവർ രണ്ടുപേരും ട്വീറ്റ് ചെയ്തിരുന്നു. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ രേവന്ത് റെഡ്ഡി അവിടെ ഹൈദരാബാദിൽ വെച്ച് തിലക്കിനെ ആദരിച്ച് ഒരു ഷോളും ഒരു മെമൻറ്റോ എല്ലാം കൊടുത്ത് ഒരു ചെറിയ സ്പീച്ചൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതേ സമയത്ത് ഭാരതത്തിലെ ഈ ക്രിക്കറ്റ് കണ്ട ആയിരക്കണക്കിന് ആൾക്കാർ സ്റ്റേഡിയത്തിലും അതുമാതിരി ടെലിവിഷന് മുമ്പിലിരുന്ന് കണ്ട ആൾക്കാരെല്ലാവരും ദേശദ്രോഹികളാണെന്ന് പറയും. പക്ഷേ അന്നത്തെ ദിവസം മാച്ച് നടന്ന ദിവസം ഞാൻ ദുബായിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ മാച്ച് കാണാൻ പോയിരുന്നില്ല. എനിക്ക് മാച്ചിന് ടിക്കറ്റോ എനിക്കൊന്നും വാങ്ങാനുള്ള പ്രൊസീജിയർ എനിക്ക് അറിഞ്ഞുകൂടാ. അതേമാതിരി ടി വിയിലും കാണാൻ പറ്റിയില്ല, ബിക്കോസ് ഞാൻ കുറേ ബിസി ആയിരുന്നു അന്ന്. ഇത് തിരിച്ചു വന്നപ്പോഴാണ് മാച്ച് ഓൾമോസ്റ്റ് കഴിയാറായി എന്ന് കണ്ടപ്പോൾ ഫോണിൽ ഞാൻ മാച്ചിൻ്റെ സ്കോർ ചെക്ക് ചെയ്തു. അതേമാതിരി ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ നോക്കിയപ്പോൾ അവിടെ ചാനൽ വരുന്നുണ്ടായിരുന്നില്ലേ, സ്പോർട്സ് ചാനൽ. അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ ദേശദ്രോഹിയല്ല. അപ്പോൾ ഞാനതിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഈ പറഞ്ഞ മാതിരി കണ്ട ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭാരതത്തിലെ ക്രിക്കറ്റ് പ്രേമികളെല്ലാവരും ഇപ്പോൾ ദേശദ്രോഹികളാണ്. അടുത്ത പ്രാവശ്യം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതൊന്ന് ഓർമ്മ വെച്ചാൽ മതി. BJPക്കാർ ഇതൊന്ന് ആംപ്ലിഫൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് അവർ ഈ പറഞ്ഞ സുപ്രിയ ഷിരാണ്ടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കോൺഗ്രസ് ഇതുവരെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. സുപ്രിയ ഷിരാണ്ടെ പറഞ്ഞ തെറ്റാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് രാഹുൽ ഗാന്ധി ആവട്ടെ, ഈ പറഞ്ഞ മാതിരി പ്രിയങ്ക വാദ്രയും ബാക്കിയുള്ളവരൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ട്വീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ മാച്ച് ഭാരത് ദേശം ജയിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ക്യാപ്റ്റനും ബാക്കിയുള്ളവർക്കും ഒരു താങ്ക് യു മെസ്സേജോ അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ മെസ്സേജ് കൊടുത്തില്ല. അത് മാത്രമല്ല, സൂര്യകുമാർ യാദവിൻ്റെ ബിഹേവിയർ ശരിയായില്ല എന്ന് പറഞ്ഞ് കുറച്ച് കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങി വന്നിരുന്നു. അദ്ദേഹം പാകിസ്ഥാൻ്റെ നേരെ കാണിച്ച ഈ ഷേക്ക് ഹാൻഡ് ചെയ്തില്ല, അതിനു മുമ്പ് ഡ്രസ്സിംഗ് റൂമിലെങ്ങാണ്ട് വെച്ച് ഷേക്ക് ഹാൻഡ് ചെയ്തു എന്നുള്ളൊരു അലിഗേഷൻ കൊടുത്തിരുന്നു. ഇവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ മോദിയുടെ നേരെയുള്ള ദേഷ്യമാണ്, അല്ലാണ്ട് ഭാരത ക്രിക്കറ്റ് ടീമിൻ്റെ നേരെയുള്ള ദേഷ്യമല്ല. മോദി പെഹൽഗാമിൽ ഈ പറഞ്ഞ മാതിരി തിരിച്ചടിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ആദ്യത്തെ 2-3 ദിവസവും രാഹുൽ ഗാന്ധിയൊക്കെ ഒന്ന് മിണ്ടാണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി എത്ര റഫാല് പോയി, എത്ര നമ്മുടെ സോൾജേഴ്സ് കൊല്ലപ്പെട്ടു, നമ്മുടെ എത്ര ഈ പറഞ്ഞ മാതിരി അസറ്റ്സ് നമ്മുടെ പാകിസ്ഥാൻ അടിച്ച് തകർത്തു എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അവരുടെ എത്ര എയർക്രാഫ്റ്റ് പോയി എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ എത്ര എയർബേസ് നമ്മൾ തകർത്തു എന്ന് ചോദിക്കുന്നില്ല. നമ്മുടെ ഇവിടുന്ന് എന്ത് പോയി എന്നുള്ള കണക്കാണ്. അപ്പോൾ അന്നത്തെ ദിവസവും ഈ മാച്ച് കഴിയലും കുറേ മീംസ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതിൽ രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞ മാതിരി ഒരു എന്താ പറയുക മീം ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് നമ്മുടെ 5 വിക്കറ്റ് പോയില്ലേ, പിന്നെ എങ്ങനെ നമ്മൾ മാച്ച് ജയിച്ചു എന്ന് പറയാൻ പറ്റുക എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു മീം ഉണ്ടായിരുന്നു. ഇവർ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻസ്, ഈ മാച്ച് കാണുന്ന ഒരു ജനറേഷൻ, ടി വിയിൽ കാണുന്ന ചെറിയ കുട്ടികൾ തൊട്ട് വയസ്സായ ആൾക്കാരെല്ലാവരും ഉണ്ടാവും. ശരി, നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് കാണണ്ട മാച്ച് കഴിഞ്ഞു. ഇപ്പം ഇന്ത്യ ഈ മാച്ച് കളിച്ചില്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു എന്താ പറയുക പണിഷ്മെൻറ്റ്? ഒന്ന്, നമുക്ക് ICC ബാൻ ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. രണ്ടാമത്തത്,
നമുക്ക് ഓരോ മാച്ചിനും $16 മില്യൺ ഫൈൻ അടിക്കേണ്ടി വരും. ഇത് പാകിസ്ഥാനും നടുക്കിൽ ഓർമ്മയുണ്ടാവും. നമ്മുടെ ആദ്യത്തെ മാച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഷേക്ക് ഹാൻഡ് ചെയ്യാനിരുന്നപ്പോൾ പാകിസ്ഥാൻ അടുത്ത മാച്ച് ബഹിഷ്കരിക്കുന്നു പറഞ്ഞായിരുന്നു UAE നേരെ. ഞങ്ങൾ കളിക്കില്ല എന്നിട്ട് സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങിയില്ല. അവർ കുറേ ലേറ്റായി, 1 മണിക്കൂർ കണ്ട മാച്ച് ലേറ്റായിരുന്നു. അന്ന് അവരുടെ അടുത്തും പറഞ്ഞു ക്ലിയർ ആയിട്ട് ഒരു $16 മില്യൺ ഫൈൻ അടിക്കേണ്ടി വരുന്നു കേട്ടോ. അപ്പം തന്നെ പാകിസ്ഥാൻ ടീം ഓടി പിച്ചിലേക്ക് വന്നു. ബിക്കോസ് അവരുടെ അടുത്ത് അത്ര കാശില്ലല്ലോ. 16 പോയിട്ട് 1 മില്യൺ മുൾക്ക് അടയ്ക്കാനുള്ള ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ അടുത്ത് കാശില്ല. ഇതാണ് അതിൻ്റെ ഒരു പബ്ലിസിറ്റി. ഈ പറഞ്ഞ മാതിരി മോദിയുടെ നേരെയുള്ള ഒരു പേഴ്സണൽ ഹേറ്റ് രാഹുൽ ഗാന്ധിയുടെ, അത് ഇവർ പാർട്ടി ഭാരതത്തിലെല്ലാ കണ്ട പ്രേക്ഷകരെ എല്ലാവരെയും അധിക്ഷേപിച്ച് അവരെല്ലാം ദേശദ്രോഹികളാണെന്ന് പറയുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രോപ്പഗാൻഡ. ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ പ്രോപ്പഗാൻഡ, അത് സുപ്രിയ ശിരാൻറ്റി ആവട്ടെ, അത് KC വേണുഗോപാൽ ആവട്ടെ, അത് പവൻ വർമ്മ ആവട്ടെ, ജയറാം രമ, ഇവരെല്ലാവരും അതേ ശ്രുതി പാടും. എല്ലാവരും അതേ ശ്രുതിയാണ് പാടും. ഇപ്പോൾ വേറെ ഒന്നല്ല, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭാരത് ദേശമായിട്ട് ഇപ്പോൾ കൊളംബിയയിൽ പോയിട്ട് നമ്മൾ കണ്ടു സ്പീച്ച് കൊടുക്കുന്നത്. അവിടെ ഇതന്നെയാണ് പറയുന്നത്, ഭാരത് ദേശത്തിൽ ഡെമോക്രസി ഇല്ല, ഡെമോക്രസി കഴിഞ്ഞു. അപ്പോൾ ആരോ ഓഡിയൻസ് ചോദിച്ചു, അപ്പോൾ ഇത് ചൈന മോഡലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ചൈന മോഡലല്ല, ചൈനയിൽ വേറൊരു മോഡലാണ്. ഇതാണ് പ്രോബ്ലം. ഈ പാകിസ്ഥാൻ്റെ കൂടെ ക്രിക്കറ്റ് മാച്ച് കളിക്കുന്നതോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് പൊളിറ്റിക്കൽ ലെവലിൽ. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മൾ കളിച്ചില്ലെങ്കിൽ, ഇപ്പം തന്നെ ന്യൂട്രൽ വെന്യൂലാണ് കളിച്ചത്. കാരണം മൂന്നാമത്തെ ഇതിനു മുമ്പ് ഓർമ്മയുണ്ടാവും നീതുന്, നമ്മൾ പണ്ടൊക്കെ കുറേ മാച്ച് ഷാർജയിൽ കളിക്കാറുണ്ട്. കുറേ മാച്ച്, ക്രിക്കറ്റ് മാച്ച്. എന്തിനാണ് ഷാർജയിൽ കളിച്ചത്? ഇതേ കാരണമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഇന്ത്യയിൽ നടക്കാൻ പാടില്ല, ഷാർജയിൽ വെച്ച് നമുക്ക് നടത്താമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ സമയത്ത്. അതാണ് ഷാർജയിൽ വെച്ച് മാച്ച് നടത്താൻ കാരണം. പക്ഷെ ഇതേ പ്രോബ്ലം ഈ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധിക്ക്, ശരി എന്താണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ പറയും? മാച്ച് കളിക്കാൻ പാടില്ല പാകിസ്ഥാനടുത്ത്, ഓക്കെ കളിക്കില്ല, പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് പിന്നെ നാളെ വേൾഡ് കപ്പ് വന്ന് അവിടെയും പാകിസ്ഥാൻ ഉണ്ട്, അവിടെയും കളിക്കാൻ പാടില്ല എന്നുള്ളൊരു റീസൺ ഇല്ലല്ലോ. പാകിസ്ഥാൻ നമ്മുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നമുക്ക് കളിച്ചേ പറ്റൂ പാകിസ്ഥാനായിട്ട്. ഇതിലും ഈ ഏഷ്യ കപ്പിലും നമ്മൾ 3 മാച്ച് പാകിസ്ഥാനായിട്ട് കളിച്ചു, നമ്മൾ ജയിച്ചു 3 അപ്പം മോദി ചെയ്തൊരു ട്വീറ്റായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. മോദി ആ ട്വീറ്റിൽ പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ ആയാലും ക്രിക്കറ്റ് മാച്ച് ആയാലും ഭാരതം പാകിസ്ഥാനെ തോൽപ്പിക്കും. അതാണ് മോദിയുടെ ഒരു ട്വീറ്റിന് ഒരു എന്താ പറയുക, ഇംഗ്ലീഷിൽ പറയുക ഒരു മിസ്ചീവിയസ് ട്വീറ്റ് എന്ന് പറയാൻ. മോദി ഒരു എന്താ പറയുക ഒരു സർക്കാസ്റ്റിക് ആയിട്ട് അടിച്ചൊരു ട്വീറ്റ്. ആ ട്വീറ്റിനാണ് കോൺഗ്രസ് ഈ പറഞ്ഞ മാതിരി ഡിജിറ്റൽ മീഡിയയുടെ ഹെഡായ സുപ്രിയയും പിന്നെ ബാക്കിയുള്ളവരും എടുത്ത് കളിക്കുന്നത്. മോദി പറഞ്ഞതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? നമ്മൾ എവിടെയായാലും നമ്മൾ ജയിച്ചു, സിന്ദൂറിലും. അപ്പോൾ ഇവർ തന്നെ സിന്ദൂറിന് എന്തിനാണ് ക്രിക്കറ്റ് മാച്ചിൽ കൊണ്ടുവരുന്നത്? അത് വേറെ ഇത് വേറെ. ഇവരെ പ്രോബ്ലം അത് ഇന്ത്യ ജയിക്കാൻ പാടില്ല. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ വിഷമം അതാണ്. നമ്മൾ എവിടെ ജയിച്ചാലും, ഇതിനു മുമ്പ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ ഓർമ്മയുണ്ടാവും നീതുവിന്, അതിൻ്റെ പ്രൂഫ് ചോദിച്ച ആൾക്കാരാണ്. നമ്മൾ എവിടെ നടത്തി? നമ്മൾ പാകിസ്ഥാനിൽ എത്ര പേരെ കൊന്നു എന്ന് പറഞ്ഞു തീവ്രവാദികളെ. അവരുടെ ഡെഡ് ബോഡി എവിടെ? നമ്മൾ എന്തെങ്കിലും ഡെഡ് ബോഡി അവിടെ നിന്ന് പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവരണോ അവരെ കൊന്നു കഴിഞ്ഞിട്ട്? അതേമാതിരി ബാലക്കോട്ടിൽ അറ്റാക്ക് നടന്നപ്പോൾ ബാലക്കോട്ടിൽ നമ്മൾ അവിടെ ഒരു ബോംബിങ്ങും ചെയ്തില്ല എന്ന് ഈ രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളൊക്കെ വിളിച്ചു പറഞ്ഞു. അവിടെ കുറേ മരങ്ങൾ വീണു എന്നല്ലാണ്ട് നമ്മളൊന്നും ചെയ്തില്ല എന്ന്. ഇങ്ങനത്തെ ആൾക്കാർ. അതേമാതിരി അഭിനന്ദൻ, അന്ന് ഓർമ്മയുണ്ടാവും, അഭിനന്ദനെ പാകിസ്ഥാൻ പിടിച്ചെടുത്തപ്പോൾ എവിടെ കിടന്ന് കുറേ കോലാഹലം ഉണ്ടാക്കി. പക്ഷെ 24 മണിക്കൂറിൽ അഭിനന്ദൻ റിലീസ് ചെയ്തപ്പോൾ ഇവരാരും മിണ്ടിയില്ല. പിന്നെ ക്രിക്കറ്റ് ഈസ് എ ഗെയിം. ക്രിക്കറ്റിൽ നാളെ ഹോക്കി വരും, അസ്ലൻ ഷാ ആയാലും ചാമ്പ്യൻസ് ട്രോഫി ആയാലും അവിടെയും കളിക്കാൻ പാടില്ലേ? ഈ പെഹൽഗാം അറ്റാക്ക് നടന്നതിൻ്റെ അപ്പം തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു. അതിനുള്ള ശരിക്കും തിരിച്ചടി കൊടുത്തു. നമ്മൾ കണ്ടു 26/11 അറ്റാക്ക് നടന്നിട്ട് തിരിച്ചടിക്കാൻ റെഡിയായ ഭാരത ദേശത്തിനെ അടിക്കാൻ സമ്മതിച്ചില്ല എന്ന് ചിദംബരമാണെന്ന് പറഞ്ഞത്. കോണ്ടലീസ റൈസ് US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നെന്ന് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നമ്മൾ പാകിസ്ഥാൻ്റെ നേരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മൻമോഹൻ സിംഗ് സർക്കാർ ഒരു ആക്ഷനും എടുക്കാണ്ട് നിന്നു. അന്നത്തെ എയർഫോഴ്സ് ചീഫ് പറഞ്ഞ ഒരു ഓർമ്മയുണ്ടാവും, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ദാറ്റ് ഞങ്ങൾ തിരിച്ചടിക്കാൻ റെഡി ആയിരുന്നു, ഞങ്ങൾ ലിസ്റ്റ് ഓഫ് ടാർഗറ്റ്സും മൻമോഹൻ സിംഗിന് കൊടുത്തു. പക്ഷെ മൻമോഹൻ സിംഗ് പറഞ്ഞു നമുക്കൊന്നും ചെയ്യണ്ടായിപ്പോ. ആലോചിച്ചു, ഒരു ഡിഫറൻസ് ഓഫ് അപ്രോച്ച് കണ്ടില്ലേ മോദി ചെയ്തതും മൻമോഹൻ സിംഗ് ചെയ്യാണ്ടിരുന്നതും? അതാണ് ഡിഫറൻസ്. എന്നിട്ട് ഈ കോൺഗ്രസ്സുകാർ ഈ ഒരു ക്രിക്കറ്റ് മാച്ചിനെ പിടിച്ച്, ശരിയാണ് അപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കാണണ്ട, ആരാ നിങ്ങളടുത്ത് കാണാൻ പറഞ്ഞത്? ഇന്ത്യ കളിച്ചോ ഇല്ലയോ എന്നുള്ളത് പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ BCCI ഗവൺമെന്റിൽ നിന്ന് ക്ലിയറൻസ് വാങ്ങിച്ചിട്ടേ കളിക്കുള്ളൂ. പിന്നെ അതിന് കുറെ ഞാൻ പറഞ്ഞ ഒരു ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉണ്ടാവും. കളിച്ചില്ലെങ്കിൽ നമ്മളെ നാളെ ICC തന്നെ ബാൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല, നമുക്ക് ഈ പറഞ്ഞ ബൈലാറ്ററൽ സീരീസ് കളിക്കാൻ പറ്റില്ല. വെസ്റ്റ് ഇൻഡീസ് ആയിട്ട് ഓസ്ട്രേലിയ ആയിട്ട് ആരായിട്ടും കളിക്കാൻ പറ്റില്ല. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള റൈവൽറി നമുക്കറിയാം. ആഷസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് അവരുടെ ടെസ്റ്റ് സീരീസിന്.
അതിൽ അവർക്കുള്ള അതേ റൈവലറിയാണ് നമുക്കും പാകിസ്ഥാനുള്ളത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി പാകിസ്ഥാനായിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിച്ചു, നമ്മൾ ജയിച്ചു, അതല്ല വേണ്ടത്. ഇപ്പൊ തോറ്റക ആലോചിച്ച് നോക്കോ, എന്റെ ദൈവമേ, പറയേണ്ട പിന്നെ മോദിയുടെ നേരെ തുടങ്ങിയാൻ ഇവരെല്ലാം കൂടി കണ്ട പാകിസ്ഥാൻ നമ്മളെ തോൽപ്പിച്ചു എന്നുണ്ട്. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ വിഷമം. ഭാരതം പാകിസ്ഥാനെ തോൽപ്പിച്ചു, ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഒരു വാക്ക് മിണ്ടുന്നില്ല അതിനെ പറ്റിയിട്ട്. ശരി, അറ്റ്ലീസ്റ്റ് മോദിയെ ഇഷ്ടമില്ല എനിക്ക് നമുക്കെല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധിക്ക്. അറ്റ്ലീസ്റ്റ് സൂര്യകുമാർ യാദവിനും ആ ടീം മെമ്പേഴ്സിനും ഒരു കൺഗ്രാജുലേറ്ററി മെസ്സേജ്, വെൽ ഡൺ, ഓക്കെ. വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും അതിൽ ഇഷ്യൂ ചെയ്തോളാം. കളിക്കേണ്ടായിരുന്നുള്ളൂ ഈ കളി. പക്ഷെ അവരുടെ മുഖ്യമന്ത്രിമാര്, ഞാൻ പറഞ്ഞ മാതിരി സിദ്ധറാമയ്യോ സുക്കുവോ രേവന്ത് റെഡ്ഡി, എന്താണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ആക്ഷൻ എടുക്കാത്തത്? അപ്പൊ അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ മോദിക്ക് ചെയ്യാൻ പാടില്ല, BCCIക്ക് ചെയ്യാൻ പാടില്ല, ഇന്ത്യൻ ടീം കളിക്കാൻ പാടില്ല. ഇതാണ് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ, ഇരട്ടത്താപ്പ് എന്ന് പറയില്ലേ. ഇതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ ആയിട്ട്. യെസ്, അതാണ്. എന്തായാലും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഈ രീതിയിൽ ഏഷ്യ കപ്പ് പോലെ ഒരു ഫൈനലിൽ ഇന്ത്യ വിജയിച്ചിട്ടും ആ വിജയത്തെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അതിലും രാഷ്ട്രീയം കലർത്തി അതിനുശേഷം അതിന് കേന്ദ്ര സർക്കാരിനെ BJPയെ കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ച ആ കളി കണ്ടവരെല്ലാവരും, അത് TV-യിൽ കണ്ടവരായാലും നേരിട്ട് കണ്ടവരായാലും എല്ലാം രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്ന അത്രയും മാത്രം രാഷ്ട്രീയ വൈര്യം കൊണ്ടു നടക്കുന്ന ഒരു കോൺഗ്രസ്, അതാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സുരേഷ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.